സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആശ്വാസകരമായ ഒരു ഉത്തരവുണ്ടായി. ആശ്വാസകരമെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്തൊക്കെ മൂല്യങ്ങളാണോ ഉയർത്തിപ്പിടിക്കുന്നത്, സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശവും ആ മൂല്യങ്ങളുമാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത്. അത് സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായി. ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് കോടതിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ്. അത് മറ്റൊന്നുമല്ല, ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി സംബന്ധിച്ച ഒരു ഉത്തരവാണ്. ഇനി ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി സംബന്ധിച്ച തർക്കങ്ങളിൽ ഒരു കോടതിയും, രാജ്യത്തെ മറ്റൊരു കോടതിയും സ്യൂട്ടുകൾ ഫയലിൽ സ്വീകരിക്കരുത് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ 3 ബെഞ്ച് ഉത്തരവിട്ടത്. അത് പ്രധാനമായും പറയുന്നത്, കാരണം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ കീഴ്ക്കോടതികൾ വിധി പറയുമ്പോൾ സുപ്രീം കോടതി വിധി പറയാൻ വച്ചിരിക്കുന്നത്, സുപ്രീം കോടതി വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കീഴ്ക്കോടതികൾ ഓരോ കാര്യത്തിൽ വിധി പറയുക, സർവേ നടപ്പിലാക്കാൻ പറയുക, നടത്തിക്കൊള്ളാൻ പറയുക, അതൊക്കെ ശരിയായ കീഴ്വഴക്കമല്ല. അതുകൊണ്ട് അതൊക്കെ അവിടെ സ്റ്റേ ചെയ്യുകയാണ്. തുടർന്ന് ഇപ്പോൾ നിലവിലുള്ള സ്യൂട്ടുകളിൽ, നിലവിലുള്ള കേസുകളിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുന്നു. പിന്നെ സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പാടില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വലിയ സംഭവങ്ങൾ, ഒന്ന് കാശി ഗ്യാൻവാബി സംഭവം, അതുപോലെ മധുര ശ്രീകൃഷ്ണയുടെ ജന്മസ്ഥലം, ജന്മഭൂമി, അതുപോലെ ഉത്തർപ്രദേശിലെ സംഭാൽ ജുമാ മസ്ജിദ്. സംഭാൽ നമുക്കറിയാം, അവിടെ സർവേക്ക് പോയ ഉദ്യോഗസ്ഥർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് മുസ്ലിം പള്ളിക്കകത്ത് കയറിയത്. അതിനെ ചോദ്യം ചെയ്ത 4 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ ക്രൂരമായിട്ടാണ് സർവേ നടപടികൾ. അതുപോലെ മസ്ജിദുകളും ദർഗകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അമ്പലങ്ങൾക്ക് മുകളിലാണ് എന്ന വാദവുമായി 10ഓളം കേസുകളാണ് പല കോടതികളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ശരിയല്ല. ഇനി ഈ കേസിൻ്റെ നാൾ വഴി, അതായത് 1991 ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി സംബന്ധിച്ച ഒരു നിയമം സുപ്രീം കോടതിയിൽ പാസ്സാക്കപ്പെടുന്നത്. അതെങ്ങനെ എന്ന് വച്ചാൽ, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു ആരാധനാലയം ഏത് സ്ഥിതിയിലായിരുന്നു അതേ സ്ഥിതി തന്നെ ആയിരിക്കണം ഇനിയുള്ളത്, അതിനകത്ത് മാറ്റം വരുത്താൻ പാടില്ല എന്നായിരുന്നു 1991 കോടതി വിധി. എന്നാൽ അയോധ്യ കേസ് വന്നപ്പോൾ അതിന് മാറ്റം വന്നി. അത് കോടതിയുടെ സവിശേഷ അധികാരം വച്ചിട്ടാണ് ആ വിധിയിൽ മാറ്റം വരുന്നത്. അത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചെയ്ത വിധിയാണ്. ജസ്റ്റിസ് ചന്ദ്രചൂഡിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അദ്ദേഹം അത് BJPക്ക് വേണ്ടി ചെയ്തതാണെന്നും അദ്ദേഹം മോദി ഭക്തനാണെന്നും ഒരു സുപ്രധാന അഭിഭാഷകനായ നരിമാൻ തന്നെ പറയുന്നു. അതുപോലെ തന്നെ മുൻ ജഡ്ജിമാർ പറയുന്നു. ആ വിധി തെറ്റായിപ്പോയി. ആ വിധി ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ, അതിൻ്റെ കടക്കൽ, അതിനെ വേരറ്റ് വീഴ്ത്തുന്ന സംഭവമായി പോയി എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നാലെയാണ്, ആ ചന്ദ്രചൂഡിൻ്റെ വിധിക്ക് പിന്നാലെയാണ് പല സ്ഥലങ്ങളിലും ഇമാതിരി ഇവരിങ്ങനെ ഈ വർഗീയ സംഘർഷം, വർഗീയ ആശയം പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ ശക്തികൾ ഇതേ ആശയം കുത്തിപ്പൊക്കി പലയിടത്തും കേസ് കൊടുത്തു. അപ്പോൾ ജില്ലാ കോടതി, സെഷൻസ് കോടതി വരെ ഈ കേസ് ഫയൽ സ്വീകരിക്കുകയും നിങ്ങൾ സർവേ നടത്താൻ തീരുമാനിക്കുകയും ചെയ്യും. അതൊക്കെ വലിയ വിപത്തിലേക്ക്, രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുന്ന വിപത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇത് തിരിച്ചറിഞ്ഞാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഇനി ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി സംബന്ധിച്ച കാര്യം എല്ലാം സ്റ്റേ ചെയ്യുന്നു, കോടതിയുടെ പരിഗണനയിലാണത്. എന്നിട്ട് കോടതി പറഞ്ഞു, 4 ആഴ്ച സമയം തരാം, കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകണം. 4 ആഴ്ച കേന്ദ്ര സർക്കാരിന് സമയം കൊടുക്കുകയാണ്. 4 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം നൽകണം. അത് ഇന്ത്യയിലുള്ള ഏതൊരാൾക്കും വായിക്കാൻ പാകത്തിൽ, കാണാൻ പാകത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. അപ്പോൾ കൃത്യമായും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും രഹസ്യമായിട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. ഇപ്പം ജനം വായിക്കുമല്ലോ ഇവരെന്താണ് എഴുതി തന്നതെന്ന്. അപ്പോൾ ജനം വായിക്കണം, എല്ലാവരും വായിക്കണം. സർക്കാരിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എല്ലാവരും അറിയണം. അതുകൊണ്ടാണ് ഇത് പൊതുജനം വായിക്കാൻ വേണ്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് എതിർകക്ഷികൾക്ക് 4 ആഴ്ചത്തെ സമയം കൊടുത്തു. വീണ്ടും അവർക്ക് 1 മാസം കൊടുക്കുന്നു. നിങ്ങൾ അതിന് എതിർ സത്യവാങ്മൂലം നൽകണം. എന്നിട്ട് ഇത് പഠിക്കാൻ നോഡൽ ഓഫീസർമാരായ കുറച്ച് അഭിഭാഷകരുടെ സമിതിയെയും കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിട്ടുണ്ട് സുപ്രീം കോടതി. അതായത് ഈ സത്യവാങ്മൂലവും എതിർ സത്യവാങ്മൂലങ്ങളും പഠിച്ച് വേർതിരിക്കുന്നതിന് ഒരു പ്രത്യേക സംഘത്തെയും സുപ്രീം കോടതി നിയോഗിച്ചു. എന്നിട്ട് ഈ കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ, സുപ്രീം കോടതി ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ മറ്റൊരു കോടതിയിലും ഇമാതിരി സ്യൂട്ടുകൾ ഫയലിൽ സ്വീകരിക്കരുത്, ഇത്തരത്തിലുള്ള രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള സ്യൂട്ടുകൾ ഫയലിൽ സ്വീകരിക്കരുത്, ഇപ്പോൾ നിലവിലുള്ള കേസുകളിൽ തുടർ നടപടികൾ ഒന്നും പാടില്ല, സർവേ ഉൾപ്പെടെ നിർത്തിവെക്കാനും പറഞ്ഞു. അങ്ങനെയാണ് ഈ നിലവിൽ വാദിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ സ്റ്റേ വന്നതുപോലെ ആയത്. അപ്പോൾ പലരുടെയും ഇഷ്ടങ്ങൾ, പലരുടെയും സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ലെങ്കിലും രാജ്യത്തെ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന നിർണായകമായ വിധിയാണ് ഈ ഉത്തരവിലൂടെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ കേസിന്, അതായത് 91 നിയമത്തിന്, ആരാധനാലയം സംബന്ധിച്ച് 1991 നിയമത്തിന് എതിരെ നിന്നത് 2 പേര് മാത്രമാണ്. ഒന്ന് അശ്വിനി കുമാർ ഉപാധ്യായ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകനും പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയും. അറിയാം, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അവരാണ് ഇതിനെതിരെ നിന്നത്. ഈ
ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവ തൽസ്ഥിതി തുടരണമെന്ന 1947 ഓഗസ്റ്റ് 15 എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ തുടരണമെന്ന വിധിക്ക് പിന്തുണ കൊടുത്തത് രാജ്യത്തെ CPM ആണ്, അതുപോലെ DMK ആണ്, പിന്നെ RJD ആണ്, ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ്, പിന്നെ ഉള്ളത് ശരത് പവാറിൻ്റെ NCP ആണ്. കോൺഗ്രസ് ഇവിടെയും പിന്തുണയൊന്നും അറിയിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ മതേതര പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോൾ കോൺഗ്രസ് ആകണം ആദ്യം ഈ വിധിയെ സപ്പോർട്ട് ചെയ്യാനെന്ന് നമ്മൾ കരുതും. പക്ഷേ കോൺഗ്രസ് അവിടെയും അവർക്ക് കോടതിയിൽ കക്ഷിയൊന്നുമല്ല. CPM ഉം DMK യും NCP യും RJD ലാലു പ്രസാദിൻ്റെ രാഷ്ട്രീയ ജനതാദളമൊക്കെയാണ് അവിടെ കക്ഷിയുള്ളത്. അപ്പോൾ ഇവരാണ് എതിർ സത്യവാങ്മൂലം നൽകേണ്ടത്. അപ്പോൾ ഇതാണ് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം സുപ്രീം കോടതി വിധിച്ചത്. ആ വിധി എന്തു വന്നാലും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഉത്തരവ് തന്നെയാണ്. ഈ സുപ്രീം കോടതി കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും സർക്കാരിൻ്റെ സത്യവാങ്മൂലം എന്താണെന്ന് പൊതുജനം മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഇക്കാര്യത്തിൽ നമ്മുടെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിജയിക്കും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.